എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി റെയിൽവേ പാലത്തിൻ്റെ അടുത്താണ്. ഇന്ന് കാലത്ത് 1 മണിയോട് കൂടിയിട്ട് ഇവിടെ ഉണ്ടായ അപകടത്തിൽ 4 പേർക്ക് അപകടം പറ്റിയതായിട്ടുള്ളൊരു വാർത്ത നമ്മൾ മാധ്യമങ്ങളിലൂടെ ഞാനടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നാദാപുരം സ്വദേശി സ്വർണം വാങ്ങിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അതൊരു 4 അന്യസംസ്ഥാന തൊഴിലാളികളാണ് ആ സ്വർണം കൊടുത്തതെന്നും തിരിച്ച് പൈസ കൊടുത്ത നാദാപുരം സ്വദേശി ആ സ്വർണം വരച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അത് വ്യാജ സ്വർണ്ണമാണെന്ന് മനസ്സിലാക്കുകയും അതിനിടയിൽ ഈ 4 അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ഈ നാദാപുരം സ്വദേശി ചാലക്കുടി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മുടെ ഒരു ഫോളോവറും മേലൂർ ഗ്രാമപഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പറായിട്ടുള്ള രാജേഷ് മേനോത്ത് നമ്മളോട് വിവരം പറഞ്ഞത്, അവിടെ മുരുങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്ത് ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടൻ കാലത്ത് 3 മണിയോടുകൂടി അവിടെ ഓട്ടത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ 4 അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരാളെ ചുമലിലേറ്റി കൊണ്ടുവരുന്നുണ്ട്. അയാൾക്കെന്തോ അപകടം പറ്റിയതായിട്ടാണ് അറിയാൻ സാധിച്ചതെന്നാണ് പറഞ്ഞത്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉടനെ തന്നെ ഈ ചേട്ടനോട് ഞങ്ങളെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, അങ്കമാലിയിലേക്ക് കൊണ്ടുപോകണം, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ചേട്ടന് ഇവരുടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ നിപ്പും ഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സംശയം തോന്നി. ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് വേറെ ഓട്ടമുണ്ട്, ഞാൻ അടുത്ത ജംഗ്ഷനിൽ കൊരട്ടി ജംഗ്ഷനിലാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ഈ ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ കൊരട്ടി ജംഗ്ഷനിലാക്കുകയും അവിടെ നിന്ന് കൊരട്ടി ഫ്ലൈ ഓവറിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോ വിളിച്ച് അവർ അങ്കമാലിയിലേക്ക് പോയി എന്നാണ് അറിയാൻ സാധിച്ചത്. പോലീസ് ഇപ്പോൾ അങ്കമാലി ആലുവ കേന്ദ്രീകരിച്ച് വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഇപ്പോൾ കടന്നുകൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ ലോക്കോ പൈലറ്റിനെ കണ്ട കാഴ്ചയിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടോ, ഒരുപക്ഷെ ഈ പുഴയിലേക്ക് ഇവർ ചാടിയിട്ടുണ്ടോ എന്നുള്ള രീതി കാര്യങ്ങൾ സംശയാസ്പദമായിട്ട് ആണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു വശത്ത് അന്വേഷണം ആലുവ അങ്കമാലി ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം അംഗങ്ങളെല്ലാം ചേർന്ന് ഈ പുഴയിൽ ഉള്ള അന്വേഷണവും ഇപ്പോൾ ത്വരിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവസാന സ്റ്റേജ് എന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല. പല അഭിപ്രായങ്ങളും പല സംഗതികളും വരുന്നുണ്ടെങ്കിൽ തന്നെയും ഇവിടെ പുഴയിലേക്ക് ചാടിയോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.